ഇസ്ലാമിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകളിൽ മുൻ മാർപ്പാപ്പമാരുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവരെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ലിയോ 14 മാർപ്പാപ്പ. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയയെ സഹരക്ഷക മധ്യസ്ഥ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന ഡിക്കാസ്ട്രി തീരുമാനത്തിൽ ഒപ്പിട്ട് കത്തോലിക്കരെ മുഴുവൻ ഞെട്ടിച്ച പാപ്പ ഇപ്പോഴിതാ മുസ്ലിം മോസ്കിൽ പ്രാർത്ഥന അർപ്പിക്കുവാനുള്ള ഇമാമിൻ്റെ ക്ഷണം നിരസിച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ആദ്യമായി നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കിയിലെ ഈസ്താംബൂളിൽ പ്രസിദ്ധമായ ബ്ലൂ മോസ്കിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് പ്രാർത്ഥിക്കുവാനുള്ള ഇമാമിൻ്റെ ക്ഷണം മാർപ്പാപ്പ നിരസിച്ചത്. മതമൈത്രിയുടെ ഭാഗമായി 17-ാം നൂറ്റാണ്ടിലെ ഈ മോസ്കിലേക്ക് മാർപ്പാപ്പ എത്തുകയും അവിടെമെല്ലാം ചുറ്റിക്കണ്ട് സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ബ്ലൂ മോസ്കിലെത്തിയ പാപ്പ ഷൂസ് ഊരി മാറ്റി മോസ്കിലെ ടൈൽ പതിച്ച താഴിയ കുടങ്ങളും അറബി ലിഖിതങ്ങളും നോക്കിക്കണ്ടു. മോസ്ക് സന്ദർശനത്തിനിടെ ഇത് എൻ്റെ ഭവനമല്ല, നിങ്ങളുടെ ഭവനവുമല്ല, ഇത് അല്ലാഹുവിൻ്റെ ഭവനമാണ്, നിങ്ങൾക്കിവിടെ ആരാധന നടത്താം എന്നാണ് ഇമാം മാർപ്പാപ്പയോട് പറഞ്ഞത്. എന്നാൽ ദാറ്റ്സ് ഓക്കെ എന്ന ഒറ്റ വാചകത്തിൽ തന്നെ മാർപ്പാപ്പ ആ ക്ഷണം നിരസിക്കുകയായിരുന്നു. അല്ലാഹുവിൻ്റെ ഭവനമായതിനാൽ ലയോ പാപ്പയെ ഞാൻ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ പാപ്പ അത് നിരസിക്കുകയായിരുന്നുവെന്നും പള്ളിയിലെ ഇമാമായ അസ്ജിൻ തുങ്ക പിന്നീട് വെളിപ്പെടുത്തി. ധ്യാനത്തിൻ്റെയും കേൾവിയുടെയും മനോഭാവത്തിലും പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒത്തുകൂടുന്ന ആ സ്ഥലത്തോടുള്ള അവരുടെ വിശ്വാസത്തോടുള്ള ആഴമായ ബഹുമാനത്തോടെയുമാണ് ലയോ പാപ്പ മോസ്ക് സന്ദർശിച്ചതെന്ന് വത്തിക്കാൻ്റെ വക്താവ് മാറ്റിയോ ബ്രൂണി പിന്നീട് പറഞ്ഞു. എന്നാൽ വത്തിക്കാൻ ആദ്യം പാപ്പ നിശബ്ദ പ്രാർത്ഥന നടത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നു, പിന്നീട് അത് തിരുത്തുകയായിരുന്നു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ച് മോസ്കിനകത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാതിരുന്ന ലയോ പാപ്പയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് നവമാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്യ സുന്നഹദോസിൻ്റെ 1700-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് മാർപ്പാപ്പ 17-ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രസിദ്ധമായ ബ്ലൂ മോസ്ക് സന്ദർശിച്ചത്. ദീർഘകാലമായി കത്തോലിക്ക പോപ്പുമാർ മുസ്ലിം വിശ്വാസത്തോട് കൈക്കൊണ്ടിരുന്ന സൗഹാർദ്ദപരമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് പോപ്പ് ലിയോയുടേതെന്ന് ലോകം മുഴുവൻ വിലയിരുത്തപ്പെടുന്നു. മുൻ പാപ്പാമാരായ ജോൺ പോൾ II, ബെനഡിക്ട് 16, പോപ്പ് ഫ്രാൻസിസ് എന്നിവർ ബ്ലൂ മോസ്കിൽ മൗനപ്രാർത്ഥന നടത്തിയവരാണ്. അവർ വിവാദമായ ഹാഗിയ സോഫിയ പള്ളിയും സന്ദർശിച്ചിരുന്നു. ജോൺ പോൾ II മാർപ്പാപ്പയുടെ കാലത്താണ് സത്യത്തിൽ കത്തോലിക്ക സഭയും മുസ്ലിം മതവുമായി ഒരു മതാന്തര സംഭാഷണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അദ്ദേഹം നടത്തിയ അസീസി പ്രാർത്ഥനാ സമ്മേളനം, പിന്നെ ഖുറാനിൽ പോയി ചുംബിച്ചത്, മോസ്ക് സന്ദർശനം എന്നിവയെല്ലാം മുസ്ലിം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കത്തോലിക്ക സഭയെ സഹായിച്ചെങ്കിലും പരമ്പരാഗത ഓർത്തഡോക്സ് കത്തോലിക്കർ ഇതിനെ സിൻക്രറ്റിസമായി വിമർശിച്ചു. എല്ലാ മതങ്ങളിലൂടെയും രക്ഷ പ്രാപിക്കാമെന്ന ആശയമാണ് സിൻക്രറ്റിസത്തിലുള്ളത്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ആ യുണീക്നെസ്സിനെയും എല്ലാം ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് എതിർക്കുന്നവരുടെ വാദം. ബെനഡിക്ട് 16 ആദ്യം റെജൻസ്ബർഗ് പ്രസംഗത്തിൽ ഇസ്ലാമിനെ യുക്തിരഹിതമായ അക്രമവുമായി ബന്ധപ്പെടുത്തി ഒന്ന് വിമർശിച്ചു. ഇത് മുസ്ലിം ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അതോടെ ബെനഡിക്ട് മാർപ്പാപ്പ തൻ്റെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയും മുസ്ലിങ്ങളുടെ സഹകരണവും ഡയലോഗും ഒക്കെ അദ്ദേഹം പുനരാരംഭിക്കുകയും ചെയ്തു. വിമർശകർ ഇതിനെ ഒരു ഇസ്ലാമോഫോബിയയായി തന്നെ വിലയിരുത്തി. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലമായപ്പോഴേക്ക് കുറച്ചുകൂടെ അടുത്ത മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുവാൻ പാപ്പ തയ്യാറായി. അദ്ദേഹം മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിച്ചു. അബുദാബിയിൽ മാനുഷിക സാഹോദര്യ രേഖ ഒപ്പിട്ടു. മാത്രവുമല്ല, ക്രൈസ്തവരുടെ ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. എല്ലാ സമയത്തും അദ്ദേഹം മതസൗഹൃദത്തെ ഊന്നിപ്പറഞ്ഞു. മുസ്ലിം ലോകത്തിൻ്റെ ആദരം അദ്ദേഹത്തിന് ധാരാളമായി ലഭിച്ചു. ലോകമെങ്ങുമുള്ള മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു വാക്കും അദ്ദേഹം എതിർത്ത് പറഞ്ഞില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തനായി ലയോ പാപ്പ മോസ്കിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ല. ഈ യാത്ര തുർക്കി പ്രസിഡന്റ് എർദോഗനുമായ കൂടിക്കാഴ്ചകളും ലെബനോനിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതിയും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രധാനമായും ഉപയോഗിച്ചത്. ഹാഗിയ സോഫിയ സന്ദർശിക്കുന്നതിനുള്ള
സാഹചര്യങ്ങളും അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതും ശ്രദ്ധേയമാണ്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ പുരാതനമായ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ ഓട്ടോമൻ അധിനിവേശ കാലത്താണ് മുസ്ലിം പള്ളിയായി മാറ്റിയത്. അന്ന് ക്രിസ്തീയ ചുവർ ചിത്രങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പള്ളിയുടെ ചുവരുകൾ മൊസൈക്കുകളും പ്ലാസ്റ്ററും ഒക്കെ ഉപയോഗിച്ച് മറച്ച് ഒരു മിന്നാരം കൂടി അതിന് കൂട്ടിച്ചേർത്ത് ഒരു മോസ്കിന് ആവശ്യമായ മാറ്റങ്ങളെല്ലാം ഈ പള്ളിക്ക് വരുത്തി. മാത്രവുമല്ല, ഈ നമസ്കാരത്തിനുള്ള ദിശ മക്കയെ അഭിമുഖീകരിക്കുന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ വരെ അതിനകത്ത് നടത്തിയ ശേഷം അതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. എന്നാൽ 1934 തുർക്കി റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായ മുസ്തഫ കെമാൽ അറ്റതുർക്ക് മതനിരപേക്ഷതയുടെ ഭാഗമായി ഹാഗിയ സോഫിയയെ മോസ്ക് എന്ന നിലയിൽ നിന്ന് മാറ്റുകയും ഒരു മ്യൂസിയമാക്കി അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ഇതോടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലോകമെമ്പാടും നിന്നും എത്തുന്ന എല്ലാ സന്ദർശകർക്കും അവിടെ സന്ദർശിക്കത്തക്ക നിലയിൽ അത് തുറന്നു കൊടുത്തു. അങ്ങനെ ലോകത്തിൻ്റെ തന്നെ ഒരു ആകർഷണ കേന്ദ്രമായി ഈ ഹാഗിയ സോഫിയ മാറിയിരുന്നു. 2020 ഏറ്റവും വിവാദമായ തീരുമാനമുണ്ടാകുന്നത്. തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഒരു കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ ഹാഗിയ സോഫിയയുടെ മ്യൂസിയം പദവി റദ്ദാക്കിയിട്ട് അതിനെ വീണ്ടും ഒരു മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ചു. ലോകമെങ്ങും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ആ ഇടത്തേക്ക് ചെല്ലാനുള്ള ക്ഷണമാണ് അദ്ദേഹം നിരസിച്ചത്, അല്ലെങ്കിൽ അവിടെ പോകാതെ അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തുർക്കി സന്ദർശന വേളയിൽ ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള ക്ഷണം നിരസിച്ചതിലൂടെ ലിയോ മാർപ്പാപ്പ വ്യക്തമായ ചില സന്ദേശങ്ങൾ ലോകത്തിനും ക്രൈസ്തവ സമൂഹത്തിനും നൽകിയിരിക്കുകയാണ്. ഒന്ന്, കത്തോലിക്ക സഭയുടെ നേതൃത്വം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത അന്യമതങ്ങളുടെ ഔപചാരികമായ ആരാധനാ പ്രവർത്തികളിൽ ഒരിക്കലും പങ്കുചേരുന്നത് ഉചിതമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. 2, ഇത്തരം പ്രവർത്തികളെ കർശനമായി വിലക്കുന്ന ഒരു കാനോനിക നിയമങ്ങളെ കൃത്യമായി പാലിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. 3-ാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിലൂടെ തൻ്റെ സന്ദർശനം പൂർണ്ണമായും സാംസ്കാരികവും നയതന്ത്രപരവുമായ ഒരു ആദരവ് മാത്രമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. 4-ാമത്തെ കാര്യം, തനിക്ക് ഉറച്ച നിലപാടുകളുണ്ട്, ആ നിലപാടുകളിൽ നിന്ന് കടുകിട താൻ മാറുകയില്ല എന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു. ഏതായാലും തൻ്റെ മുൻഗാമികളുടെ നടപടികൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളിൽ ശക്തവും ധീരവുമായ നിലപാടുകളെടുത്ത് ലിയോ മാർപ്പാപ്പ ചരിത്രത്തിലേക്കും സുവിശേഷ സത്യങ്ങളിലേക്കും നടന്നു കയറുകയാണ്. സഭയെ നവീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കാലം തെളിയിക്കട്ടെ.